ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡില് ലാലേട്ടൻ അനീഷിന്റെ അടുത്തും ആദിലയുടെ അടുത്തും അവരുടെ പ്രശ്നങ്ങളെ പറ്റി ചോദിക്കുന്നുണ്ട്. അവർ തമ്മിലുണ്ടായ ഇഷ്യൂസിനെ പറ്റി ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നൂറയോട് എണീപ്പിച്ച് നിർത്തി ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ശരിക്കും ആദിലയുടെ സ്വഭാവം ഈ രീതിയിലുള്ളതാണോ എന്ന്. അപ്പോ നൂറ പറയുന്നുണ്ട്, അതെ, ഈ രീതിയിൽ തന്നെ ഉള്ളതാണെന്ന് ചിരിച്ചോണ്ട് നൂറ മറുപടി പറയുന്നുണ്ട്. എങ്ങനെ സഹിക്കുന്നു എന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ നൂറ പറയുന്നത് പെട്ടുപോയില്ലേ എന്നാണ്. എന്ത് ചെയ്യാനാ, പെട്ടുപോയില്ലേ എന്നാണ് നൂറ പറയുന്നത്. ഇത് വലിയ കാര്യമാക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. ഇത് പലരും ഇതിന് താഴെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഇട്ട് പറയുന്നത് കേട്ടു, ബിഗ് ബോസ് കഴിഞ്ഞ് രക്ഷപ്പെട്ടു പോകുന്നുള്ള രീതിയിലൊക്കെ. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ സാർക്കാസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ നൂറ പറഞ്ഞതാണ് പെട്ടുപോയില്ലേ എന്നുള്ളൊരു കാര്യം. അത് ചിരിച്ചോണ്ടാണ് പറയുന്നത്. വളരെയേറെ എന്താ പറയാ, ഫൺ ആയിട്ടുള്ള രീതിയിലാണ് നൂറ പറഞ്ഞത്. അപ്പൊ ആദിലയും അനുമോള് വളരെ സ്ട്രേറ്റ് ഫേസ്ഡ് ആയിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് ഇത് കേട്ടിരിക്കുന്നുണ്ട്. പിന്നെ ആദില ചമ്മിയ പോലെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ പ്രോമോയ്ക്കകത്ത് ഈ രീതിയിലാണ് കാണിക്കുന്നത്. എപ്പിസോഡിൽ കാണുമ്പോഴേ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായ രീതിയിൽ പറയാനായിട്ട് പറ്റുള്ളൂ. ലാലേട്ടനും ഇതെന്തോ ഈ പറയുന്നത് എന്നുള്ള രീതിയിൽ നിൽപ്പുണ്ട്. കാരണം ഇത്രയും വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കപ്പിളാണല്ലോ. ഒരുമിക്കാനായിട്ട് അത്രയും അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള, അത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു കപ്പിളാണല്ലോ. അപ്പം ഇവരിങ്ങനെ പറയുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ഞെട്ടല് എല്ലാവരുടെയും മുഖത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആദിലയുടെ ഒരു ക്യാരക്ടർ അസഹനീയമായിട്ടുള്ള ഒരു ക്യാരക്ടറാണെന്നും ആ രീതിയിലൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. പ്രേക്ഷകർക്ക് വളരെയധികം അസഹനീയമായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെയൊക്കെ ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡിൽ അത് പറയുന്നുണ്ട്. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നമുക്ക് അത്രയധികം ഒരു ഇറിറ്റേഷൻ തോന്നിയ ഒരു ആഴ്ചയായിരുന്നു. ആദിലയിൽ നിന്ന് ഇങ്ങനെ ഇത്രയും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഒരു ഗെയിമിന്റെ ഭാഗമായിട്ടാണെങ്കിലും കുറച്ചൊക്കെ ഒരു മീറ്റർ പിടിച്ച് നിൽക്കാനുള്ളിടത്ത് അത് അങ്ങനെ മീറ്റർ തന്നെ പിടിച്ച് നിൽക്കണം. അതിപ്പോ 100 ആ രീതിയിലാണ് നിൽക്കുന്നത്. അതിലേക്ക് അങ്ങനെ നിന്നാൽ എന്താണ് എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. അതിൽ പക്ഷെ വളരെ റിയൽ ആയിട്ടാണ് നിൽക്കുന്നതെന്ന് അഫ്കോഴ്സ് തോന്നിയിട്ടുണ്ട്. അതിൽ റിയൽ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ ഗെയിം കളിക്കേണ്ട സ്ഥലത്ത് 100 കളിക്കുന്ന പോലെ ഗെയിം കളിക്കാനായിട്ട് അതിലെ കൊണ്ട് പറ്റിയിട്ടില്ല. അത് ഓഡിയൻസിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള ഒരു ഗെയിമാണ് 100 കളിക്കുന്നത്. അപ്പൊ ആ ഒരു ഗെയിം കളിക്കാനായിട്ട് അതിലെ കൊണ്ട് ഇതുവരെ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെയായിരുന്നു. കൂടുതൽ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.